വയനാട് പുനരധിവാസത്തിനായി നടത്തിയ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിന് പിന്നിൽ വൻ തട്ടിപ്പ്. ബിരിയാണി ചലഞ്ചിന്റെയും പായസ ചലഞ്ചിന്റെയും പേരിൽ വൻ തുക മുക്കിയെന്ന് പരാതി. നിയോജക മണ്ഡലം കമ്മിറ്റികളാണ് പരാതി നൽകിയിരിക്കുന്നത്. സണ്ണി ജോസഫിനും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, ഏകദേശം 5 കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തു എന്ന് നേരത്തെ കണക്കുകൾ വന്നിരുന്നു. ഈ പൈസയെല്ലാം എവിടെ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് 88 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. ബാക്കി 4.25 കോടി രൂപ എവിടെ എന്നുള്ള ചോദ്യം കേരള സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ബിരിയാണിയുടെയും ഫിഷ് ചലഞ്ചിൻ്റെയും ഒക്കെ പേരിൽ കോടികൾ തട്ടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം എത്ര കോടി രൂപ ഇവർ പിരിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ? തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പിരിച്ചെടുത്ത തുക നേതൃത്വത്തിൻ്റെ കയ്യിലോ അല്ല എങ്കിൽ എത്തേണ്ടവരുടെ കയ്യിലോ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എത്തിയ തുകയ്ക്ക് തന്നെ കണക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളിലും പായസ ചലഞ്ച് നടത്തി, ബിരിയാണി ചലഞ്ച് നടത്തി, ഫിഷ് ചലഞ്ച് നടത്തി, ചായ വിറ്റു, അങ്ങനെ പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്തിയാണ് ഈ പണം പിരിക്കാനുള്ള ആഹ്വാനം നൽകിയത്. സോഷ്യൽ മീഡിയയിൽ തന്നെ അവരുടെ ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയൊക്കെ തന്നെ ഫേസ്ബുക്ക് പേജുകളിൽ തന്നെ ഈ പിരിച്ചെടുക്കുന്നതും ആ തുക അന്ന് പിരിക്കാൻ വേണ്ടി ബിരിയാണി ചലഞ്ച് നടത്തുന്നതിൻ്റെയൊക്കെ തന്നെ വിഷ്വലുകൾ റീൽസായി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിരിച്ചെടുത്ത തുക 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ വരെ പിരിഞ്ഞു കിട്ടി എന്ന് പറയുന്ന ചില നിയോജക മണ്ഡലം കമ്മിറ്റികളുമുണ്ട്. താരതമ്യേന ദുർബലമായ കമ്മിറ്റികളിൽ ഏകദേശം 1 ലക്ഷത്തിന് താഴെ രൂപ പിരിഞ്ഞു കിട്ടിയതായിട്ടുള്ള കണക്കുകളുമുണ്ട്. അങ്ങനെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ സിജു പറഞ്ഞതുപോലെ ഏകദേശം 5 കോടി രൂപയിലധികം രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കേണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പിരിച്ചെടുത്ത തുക ഈ മണ്ഡലം കമ്മിറ്റികളിൽ വേണ്ട രീതിയിൽ പണപ്പിരിവ് നടന്നില്ല, അതുകൊണ്ട് 88 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ വന്നത് എന്നാണ്. പക്ഷേ വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കണക്കുകൾ പുറത്തു വരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയ പിരിച്ചെടുത്ത തുക എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളിലും സമാനമായ ഈ ഫിഷ് ചലഞ്ചും ഒപ്പം തന്നെ പായസ ചലഞ്ചും ബിരിയാണി ചലഞ്ചും ഒക്കെ വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ നടത്തി. ബിരിയാണി ചലഞ്ചിൽ മാത്രം 1200-ലധികം ബിരിയാണി വിറ്റു എന്നതാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. ഇത് പരമാവധി ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് 120 രൂപയാണ്. സംഭാവനയായി ഒരു ബിരിയാണി വാങ്ങുന്നവർ തന്നെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സംഭാവനയായി 500-ഉം 200-ഉം 250-ഉം ഒക്കെ കൊടുത്ത ആൾക്കാരുണ്ട്. വീടുകളിൽ 120 രൂപയിൽ കുറയാതെയാണ് എല്ലാ ബിരിയാണിയും വിറ്റത്. അങ്ങനെയാണെങ്കിൽ തന്നെ 1,20,000 രൂപ കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് മാത്രം ബിരിയാണി ചലഞ്ചിൽ മാത്രം വരണം. ബാക്കി പായസ ചലഞ്ചും ചായ വിറ്റും ഒക്കെയുള്ള അല്ല നേരിട്ട് പണം സ്വീകരിച്ചതുമായിട്ടുള്ള കണക്കുകൾ വേറെ. ഒപ്പം തന്നെ ബിരിയാണി വച്ചതുമായി ബന്ധപ്പെട്ട ബിരിയാണി ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടത് ഒന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനുഷ്യാധ്വാനം, മറ്റൊന്ന് എന്ന് പറയുന്നത് സാധനങ്ങൾ മുഴുവൻ വ്യാപാരി വ്യവസായികളിൽ നിന്ന് ഇതിൽ ഉപയോഗിക്കേണ്ട അരിയും മറ്റ് സാധനങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്താണ് ഈ ബിരിയാണി വെച്ചത്. പായസ ചലഞ്ചിലുള്ള സാധനങ്ങൾ സമാഹരിച്ചത് അങ്ങനെയാണ്. അങ്ങനെ പിരിഞ്ഞു കിട്ടിയ തുക എവിടെ പോയി എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്നിട്ടുള്ള പരാതികൾ ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനും വന്നിട്ടുള്ളത്. ആ പരാതിയിൽ ഇങ്ങനെ അക്കമിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് പിരിച്ചെടുത്ത 120 രൂപ വെച്ച് 1200 ബിരിയാണി വിറ്റായെങ്കിൽ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,20,000-ന് പുറത്ത് തുക സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കേണ്ടതാണ്. തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് അത്തരം തുക ഏൽപ്പിച്ചിട്ടില്ല. ഏകദേശം 10,000-ന് താഴെ രൂപയാണ് ഇപ്പോൾ നിലവിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റിനെതിരെ അച്ചടക്ക നടപടി വേണം, അദ്ദേഹത്തിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. സമാനമായി 140 നിയോജക മണ്ഡലങ്ങളിൽ സമാനമായ പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവെൻഷനിൽ ഈ കണക്കുകൾ ചോദിച്ച നേതാക്കൾക്കെതിരെ തുടർന്ന് നടപടി ഉണ്ടായി എന്ന ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം 11 നിയോജക മണ്ഡല അധ്യക്ഷന്മാരെ സംഘടനയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റ് കാട്ടാക്കടയാണ്. തിരുവനന്തപുരത്ത് തന്നെ 3-4 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും സമാനമായ വിഷയമുണ്ട്. അതുകൊണ്ട് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കഥ ശരിയല്ല. ഈ ഫണ്ട് പിരിവിൽ ഒരു തരത്തിലെ തിരിമറിയും നടന്നിട്ടില്ല. ഫണ്ട് താഴെത്തട്ടിൽ പിരിഞ്ഞു കിട്ടിയ തുക മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന
അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് കേവലം 88 ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് കണക്കുകൾ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതാത് നിയോജക മണ്ഡലങ്ങളിൽ ഇട്ടിട്ടുള്ള റീൽസും പോസ്റ്റുകളും പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സിജു പറഞ്ഞതുപോലെ 5 കോടിക്കധികം രൂപ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഫണ്ടിലേക്ക് വരേണ്ടതാണ്. AIYF മാത്രം എന്ന് പറയുന്ന സംഘടന മാത്രം പിരിച്ചെടുത്തത് 1 കോടി രൂപ അധികമാണ്. ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് അവർ അവകാശപ്പെടുന്നു. DYFI 20 കോടി രൂപ പിരിച്ചു നൽകി. യൂത്ത് കോൺഗ്രസിന് കേവലം 85 ലക്ഷം രൂപ മാത്രമേ കിട്ടുമോ, അത്ര മാത്രമേ ഈ 140 മണ്ഡലങ്ങളിൽ പിരിഞ്ഞു കിട്ടുകയുള്ളൂ എന്ന ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു. ആ ചോദ്യം തെളിവ് സഹിതമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. സമാനമായ പരാതികൾ വിവിധ നിയോജക മണ്ഡല കമ്മിറ്റികളിൽ നിലവിലുണ്ട്. സിജു.